ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മനോരമയിൽ ഒരു ബിഗ് ബ്രേക്കിംഗ് ഉണ്ടായിരുന്നു. നമുക്കൊക്കെ ചെറിയ സൂചന ലഭിച്ച കാര്യങ്ങളാണ്. ഇവർ പൈസ പിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവർ പണ്ട് പൈസ പിരിച്ചത് ഇഡിക്ക് കൊടുക്കാനെന്ന വ്യാജേന എന്ന പേരിലായിരുന്നു. പിന്നെ ഒരു സ്വാമിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസ പിരിച്ചിട്ടുണ്ടായിരുന്നു. കൂടോത്രത്തിന് പൈസ പിരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അഫിഡവിറ്റ് എഴുതി വാങ്ങുന്ന ആ ഒരു കൂട്ടത്തിൽ ഇത് പിക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പൈസ കളക്ട് ചെയ്യുന്നത്. ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 5 കോടി രൂപ സമാഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ലീഡർമാരുടെ കയ്യിൽ നിന്നും 5 കോടി രൂപ സമാഹരിക്കാനാണ്. 11-ാം തീയതിയോടുകൂടി ഇതിനെ ഫിനിഷ് ചെയ്യണം, കോടതിയിൽ സൈലൻ്റ് ആവണം എന്നാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ. നമ്മുടെ വക്കീൽ ഘോരഘോരം പ്രസംഗിക്കും, പറ്റുമെങ്കിൽ അവിടെ മിണ്ടാതിരിക്കണമെന്നുള്ള ഡയറക്ഷനാണ് ഇവരുടെ ലീഡർമാർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ ഇ പൈസ വാങ്ങിയിട്ടുണ്ടോ, ഇനി ഇഡിക്കല്ലേ വേറെ ആർക്കെങ്കിലും ആണ്, ഇനി ലീഡർമാർ തന്നെ EMI അടക്കാൻ ഗതിയില്ലാത്ത ലീഡർമാരുടെ പുതിയ തന്ത്രമാണോ ഇതൊക്കെ എന്നുള്ളത് വരും ദിവസങ്ങളിൽ പോലീസോ അല്ലെ മറ്റ് ഏജൻസികളോ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. എന്തായാലും ഇവർ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു 11-ാം തീയതി എല്ലാം തീരുമാനമാവും എന്നുള്ളത്. എന്തായാലും അത് തീരുമാനമാവില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹൈറിച്ചിനെ ഒരു തട്ടിപ്പായി കാണുന്ന, ഇത് കേരളത്തിൽ കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണ് എന്ന്, മണീച്ചനാണെന്ന് മനസ്സിലാക്കിയ എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമുള്ളവർ, അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നവർക്കറിയാം ഇത് പൂട്ടിയ കമ്പനിയാണ്, ഇത് തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന്. പക്ഷേങ്കിൽ പണത്തിൻ്റെ ഹുങ്കുള്ളവർ, ഇത് പണ്ട് ദിനരാജ് പറഞ്ഞ പോലെ ED ആയിക്കോട്ടെ, GST വകുപ്പ് ആയിക്കോട്ടെ, അവരൊന്നും കേസെടുക്കാൻ പോകുന്നില്ല. അവർക്കൊക്കെയുള്ള പണം നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നാണ് ദിനരാജ് ഒരു മീറ്റിങ്ങിൽ പറഞ്ഞത്. അതിന് ഭയങ്കരമായിട്ടുള്ള കയ്യടിയായിരുന്നു അന്ന് മറ്റുള്ളവർ കൊടുക്കുന്നത്. അപ്പോൾ ആ മീറ്റിംഗ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും ഇവർ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയ സ്വത്തുക്കൾ ഈ മണീച്ചയിലൂടെ ഉണ്ടാക്കിയ ആൾക്കാരെ സമീപിച്ചുകൊണ്ട് 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെയാണ് ഓരോ ആളിൽ നിന്നും വാങ്ങുന്നത്. അതിൽ പ്രധാനിയായിട്ടുള്ളത് ജിനിൽ ജോസഫാണ്, നമ്മുടെ പുഷ്പേട്ടനുണ്ട്, കണ്ണൂർ ലീഡർമാരാണ്, കണ്ണൂർ ലോബിയാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്നാണ്. അയൂബ് ഖാനുണ്ട്. അയൂബ് ഖാനും മറ്റ് ലീഡർമാരും ഒക്കെ ഇപ്പോൾ പ്രത്യേകമായിട്ടുള്ള അടുത്ത നടപടികൾ എന്ത് ചെയ്യണം, ഇതിനെ എതിർക്കുന്നവരെ എന്താണ് ചെയ്യേണ്ടത്, ഇത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള അത്തരം ചർച്ചകളിലേക്ക് ഇവർ പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും മനസ്സിലാക്കേണ്ടത് 11-ാം തീയതി ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് വാദിച്ചു കഴിഞ്ഞാൽ, തുറന്നു കഴിഞ്ഞാൽ ഈ കേസ് അവിടെ അവസാനിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് മനോരമയിൽ ന്യൂസ് വന്നതോടുകൂടി പിയുടെ കാര്യങ്ങൾ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. പി ഇനി എന്തായാലും ആ ഒരു സംശയ ദൃഷ്ടിയോടുകൂടി മാത്രമേ എല്ലാവർക്കും തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു തട്ടിപ്പിനെ തട്ടിപ്പായി കാണുന്നവർക്ക് എല്ലാവർക്കും തന്നെ പിയുടെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം 11-ാം തീയതി കേസുണ്ട് എന്ന് പറഞ്ഞിട്ട് കോടതി മാറ്റിവെക്കുന്ന സമയത്ത് അതിനേക്കാൾ പ്രധാനമുള്ളതാണ് ഈ ഹൈക്കോടതിയിലെ കേസ് എന്ന് പറയുന്നത് നീട്ടിവെക്കുന്ന ഒരു കേസാണെന്ന് പറയാനുള്ള കാര്യം അദ്ദേഹം അവിടെ ഒരു പറയണമായിരുന്നു. അതില്ലാതെ ഇങ്ങനെ 11-ാം തീയതി ഒരു കേസുണ്ട് എന്ന് പറഞ്ഞിട്ട്, മാറ്റി വെച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കേസുണ്ട് എന്ന് പറഞ്ഞിട്ട് 4ാമത്തെ വാദത്തിൻ്റെ ദിവസം അങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ട ആവശ്യം തന്നെ തൃശ്ശൂർ ജില്ലാ കോടതിയിലേക്ക് അല്ലെങ്കിൽ ബഡ്സിൻ്റെ ഡെസിഗ്നേറ്റഡ് കോർട്ടിനെ ഉണ്ടായിരുന്നില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്തായാലും ഡെസിഗ്നേറ്റഡ് കോർട്ടായിക്കോട്ടെ, അത് അവരുടെ പ്രൊസീഡിങ്സ് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവർ ചെയ്ത നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും പാകപ്പിഴയുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ള കാര്യമാണ് ഇവർ ചെയ്യേണ്ടത്. നിരവധി ആൾക്കാർ ആ ഒരു കേസിന് ശേഷം നിരവധി ആൾക്കാർ നമ്മുടെ പണം പോയിട്ടുണ്ട്, നമുക്കും പരാതിയുണ്ട് എന്ന് പറഞ്ഞിട്ട് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയുമായി ചേർന്നതിൻ്റെ ലിസ്റ്റൊക്കെ നമ്മുടെ EDയുടെ മുൻകൂർ ജാമ്യത്തെ എതിർത്തുകൊണ്ടുള്ള വാദത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു കേസ് കേരളത്തിൽ ഏതൊക്കെ ജില്ലകളിൽ ഏതൊക്കെ പോലീസ് സ്റ്റേഷനുകളിൽ കേസുണ്ട് എന്ന കാര്യം പോലീസിന് റിപ്പോർട്ടുള്ളതാണ്. അത് ഈ പിക്ക് ലഭിക്കാവുന്നതേ ഉള്ളൂ.
എന്നാൽ അതൊന്നും ചെയ്യാതെ റിട്ടയർഡ് SP ശ്രീ വത്സൻ കൊടുത്ത കേസ് FIR ക്വാഷ് ചെയ്യാനുള്ള ഒരു സാധനം അവിടെ 2 മാസമായി പെൻഡിങ് ആണ് എന്ന കാര്യം പറഞ്ഞുകൊണ്ട് എന്തിന് ജില്ലാ കോടതിയിലെ കേസ് മാറ്റിവെക്കാൻ സഹായം കൊടുത്തു എന്ന് PP ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. ഇനി ഇദ്ദേഹം പൈസ വാങ്ങിയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ലീഡർമാർ പൈസ വാങ്ങി പുട്ടടിച്ചോ എന്നുള്ള കാര്യം രണ്ടാമതാണ്. പക്ഷേങ്കിൽ എന്തിന് ഈ ഒരു ഹൈക്കോടതിയിലെ ഫെബ്രുവരി 1-ാം തീയതി കൊടുത്ത കേസ് മാറ്റിവെക്കുന്ന ഒരു കേസ് പറഞ്ഞിട്ട് 4ാമത്തെ വാദത്തിൻ്റെ ദിവസം കേസ് അത് കഴിഞ്ഞ് 15-ാം തീയതി എടുക്കുക എന്ന് പറഞ്ഞത് വക്കീലായിക്കോട്ടെ, അത് പറഞ്ഞ ജഡ്ജായിക്കോട്ടെ, എല്ലാവരും തന്നെ അതിലൊരു വ്യക്തത അടുത്ത 15-ാം തീയതി വരുത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.